LDFിന്റെ രാജ്യസഭാ സീറ്റ് ധാരണയായി ഒരു സീറ്റ് CPIക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും നൽകി. തീരുമാനത്തിലൂടെ CPIM അതിന്റെ ഉയർന്ന നിലവാരം നിലനിർത്തിയെന്ന് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കി. ഘടകകക്ഷികളുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിയും തുടർന്ന് LDFിൽ ചർച്ച നടത്തിയുമാണ് രാജ്യസഭാ സീറ്റിൽ ധാരണയായത്. LDFിനുണ്ടായിരുന്ന 2 സീറ്റുകളിൽ ഒന്ന് CPIക്കും മറ്റൊന്ന് കേരള കോൺഗ്രസ് എമ്മിനും നൽകി. CPIMന്റെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി. CPIM ഉന്നത രാഷ്ട്രീയ നിലവാരം പുലർത്തിയെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. CPMന് ഒറ്റയ്ക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ 2 പാർട്ടികൾക്ക് ഈ 2 സ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. ഘടകകക്ഷികൾ മുന്നണി വിടുമെന്ന ആശങ്കയാണോ തീരുമാനത്തിന് പിന്നിൽ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് EPയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDFിലേക്ക് പോകേണ്ട ഗതികേടിലുള്ള പാർട്ടിയുണ്ടോ? മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടകപാർട്ടികൾക്കില്ല. ഒരു ഘടക പാർട്ടിയുടെ പുറത്തും ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാറില്ലെന്നും അത് LDFിന്റെ ശൈലിയല്ലെന്നും EP ജയരാജൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.